നമ്മുടെ CUETയുടെ ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്തതിനു ശേഷം 2-ാം തീയതി 6-ാം തീയതിയിലേക്കാക്കി. അതിനുശേഷം ഒരുപാട് യൂണിവേഴ്സിറ്റീസ് അവരുടെ എലിജിബിലിറ്റി, അവരുടെ അഡ്മിഷൻ ക്രൈറ്റീരിയ ഒക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ കുറച്ച് എണ്ണം നിങ്ങൾ കണ്ടു. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി കണ്ടു, IFLU കണ്ടു, അതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക കണ്ടു. ഇനിയും ഇതല്ലാതെ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് അവരുടെ എലിജിബിലിറ്റി റിലീസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഓരോന്നായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിച്ചു തരുന്നതായിരിക്കും. ഫുൾ ഡീറ്റെയിൽസ്, ക്രൈറ്റീരിയ, അതുപോലെ യൂണിവേഴ്സിറ്റിയെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ കേൾക്കാത്ത ചിലപ്പം അടിപൊളിയായിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ കണക്കാക്കുന്നുണ്ട്. കാരണം എനിക്കതായിരുന്നു എക്സ്പീരിയൻസ്. ഞാൻ കേട്ടിട്ടുള്ള യൂണിവേഴ്സിറ്റീസിനെ പറ്റി കൂടുതൽ അറിയും തോറും ഓരോ യൂണിവേഴ്സിറ്റീസിലെ ഓരോ കോഴ്സുകൾ എന്നൊക്കെ പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കശ്മീരിലെ കോഴ്സൊക്കെ, അതായത് ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്, അതൊക്കെ എത്ര അടിപൊളി കോഴ്സാണെന്നുള്ളത് ആ കോഴ്സിനെ പറ്റി കുറച്ച് 2 വരി വായിച്ചാൽ തന്നെ നമുക്ക് ആ ഒരു ഇംപ്രഷൻ കിട്ടുന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട് ഈ 45-ൽ. അങ്ങനെ ഞാൻ ഇന്ന് പുതിയൊരു യൂണിവേഴ്സിറ്റി ആയിട്ട് അവരുടെ ഒരു വളരെ കുറഞ്ഞ കോഴ്സുകളെ അവർ UGയിൽ കൊടുക്കുന്നുള്ളൂ. എങ്കിലും സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്, അത്യാവശ്യം പേരുള്ള യൂണിവേഴ്സിറ്റി തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ആ കോഴ്സുകളൊന്നും അങ്ങനെ അവോയ്ഡ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുണ്ടാവും. ഈ പറയാൻ പോകുന്ന കോഴ്സുകളിൽ താല്പര്യമുള്ളവർക്ക് അവിടേക്ക് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. എങ്ങനെയാണെങ്കിലും നിങ്ങൾ CUET എഴുതുന്നുണ്ട്, നല്ലപോലെ പഠിച്ചിട്ടാണ് നിങ്ങൾ എഴുതുന്നത്. പഠിച്ചിട്ട് തന്നെയല്ലേ എഴുതുന്നത്? പഠിച്ചിട്ടാണ് നിങ്ങൾ എഴുതുക, അതെനിക്ക് ഉറപ്പാണ്. അപ്പം അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ യൂണിവേഴ്സിറ്റി ഒന്നും അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളുടെ ഈ കോഴ്സ് ഇഷ്ടപ്പെട്ടവർ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു യൂണിവേഴ്സിറ്റി ആയതുകൊണ്ടാണ് ഞാനിതിവിടെ ഇന്ന് പറയുന്നത്. ഇന്നത്തെ നമ്മളുടെ എലിജിബിലിറ്റി നമ്മൾ പറയാൻ പോകുന്ന യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഗുജറാത്ത് ആണ്. അത്യാവശ്യം വലിയ യൂണിവേഴ്സിറ്റി തന്നെയാണ്. ഇവിടെ കൊടുക്കുന്ന കോഴ്സുകളിൽ അണ്ടർ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളും അതുപോലെ PhDയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗുജറാത്തിലെ ഗാന്ധി നഗറിലാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഗുജറാത്ത് സ്ഥിതി ചെയ്യുന്നത്. അപ്പം അത്യാവശ്യം വലിയ യൂണിവേഴ്സിറ്റി തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും ഇവിടുത്തെ UG കോഴ്സുകളെന്ന് പറയുന്നത് വളരെ വിരളമാണ്. CUET വഴി എടുക്കുന്നത്. ഇതിനപ്പുറം കോഴ്സുകൾ ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഞാൻ ആ വിവരം എത്രയും പെട്ടെന്ന് എത്തിച്ചിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഈ 3 കോഴ്സുകളാണ് അവരുടെ UG കോഴ്സുകൾ. അതിലേക്കാണ് അവർ CUET സ്കോർ വഴി അഡ്മിഷൻ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ കോഴ്സുകൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. കോഴ്സുകളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്കറിയാം, ഈ വീഡിയോസ് എല്ലാവരിലേക്ക് എത്തേണ്ടതുണ്ട്. CUETയെ പറ്റി കൂടുതൽ ആൾക്കാർ അറിയേണ്ടതുണ്ട്. പരീക്ഷ നല്ലപോലെ എഴുതേണ്ടതുണ്ട്. സോ എത്രയും ആൾക്കാരിലേക്ക് നിങ്ങൾ ഗ്രൂപ്പ്സിലൊക്കെ ഷെയർ ചെയ്തിട്ടോ കൂട്ടുകാരോട് പറഞ്ഞിട്ടോ എങ്ങനെയെങ്കിലും അവരെ അറിയിക്കുക. അവരെ ഈ കാര്യത്തിൽ CUET എന്നൊരു എക്സാം വന്നിട്ടുണ്ട്, എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു കാര്യത്തിൽ ബോധവാന്മാരാക്കുക. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം തന്നെ ഷെയർ ചെയ്യുക. നമുക്ക് നമ്മുടെ ക്രൈറ്റീരിയാസിലേക്കും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഗുജറാത്ത് കൊടുക്കുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഗുജറാത്തിലെ കോഴ്സുകൾ കുറച്ച് വെറൈറ്റിയാണ്. താല്പര്യമുള്ളവരുണ്ടാവുമെങ്കിലും, കാരണം വെറൈറ്റി കോഴ്സുകൾക്ക് പൊതുവേ നമ്മൾ കാണുന്ന ട്രെൻഡ് വെച്ചിട്ട് താല്പര്യം ഉള്ളവർ കൂടുതലാണ്. ഇപ്പം പോണ്ടിച്ചേരിയിൽ ഞാൻ പറയാറുണ്ട്, MACയിൽ ഏറ്റവും കൂടുതൽ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഒരു കോഴ്സിലേക്ക് 20 സീറ്റേ ഉള്ളൂ. 20 സീറ്റിലേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ എഴുതുന്ന പരീക്ഷകളിൽ ഒന്നാണ് ഈ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ MACയിൽ നിന്നുള്ള എക്സാം അല്ലെങ്കിൽ MACയിൽ നിന്നുള്ള കോഴ്സ്. MACയിൽ പോലെ ഒരു കോഴ്സ് അല്ലെങ്കിൽ പോലും അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഗുജറാത്തിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. 3 കോഴ്സുകളാണുള്ളത്, അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകൾ. അതിൽ പറയുന്നത് UG കോഴ്സുകളായിട്ടുള്ള BA ഓണേഴ്സ് ഇൻ ജർമ്മൻ സ്റ്റഡീസ്, അതുപോലെ BA ഓണേഴ്സ് ഇൻ ചൈനീസ്, BA ആൻഡ് MA ഇൻ്റഗ്രേറ്റഡ് കോഴ്സാണ് ഇൻ സോഷ്യൽ മാനേജ്മെൻറ്റ്. സോ ഈ 3 കോഴ്സുകളാണ് അവർ UGയിലുള്ളത്, അല്ലെങ്കിൽ CUET സ്കോർ വഴി അവർ UGയിലേക്ക് എടുക്കുന്നത് എന്ന് വേണം പറയാൻ. മറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ വെച്ച് നോക്കുമ്പോൾ ഇതിലെ വെറൈറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവെ എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളും 50% മാർക്ക് എന്നുള്ളൊരു കാര്യം പറയാറുണ്ട്. റിസർവ്ഡ് കാറ്റഗറീസ് ആണെങ്കിൽ 45% മാർക്ക്. അപ്പോൾ ഏറ്റവും കുറവ് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള എലിജിബിലിറ്റി 45% മാർക്കാണ് +2ൽ. അപ്പോൾ നിങ്ങളൊക്കെ അതിൽ കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. പക്ഷേ നിങ്ങൾ ആരെങ്കിലും ഇനി എന്തെങ്കിലും ഇപ്പോൾ അസുഖമോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും 45% കുറഞ്ഞു പോയി എന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് CUET അപ്പിയർ ചെയ്യുകയും അപ്പിയർ ചെയ്ത് നല്ലൊരു സ്കോർ വാങ്ങുകയാണെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഗുജറാത്തിൽ പഠിക്കാം. ഈ 3 കോഴ്സുകളിൽ ഏതെടുത്ത് വേണമെങ്കിൽ പഠിക്കാം. കാരണം എലിജിബിലിറ്റി ആയിട്ട് അവർ പറയുന്നത് +2 ഇൻ എനി സ്ട്രീമാണ്. 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ടാവണം, +2 പാസ്സായിട്ടുണ്ടാവണം. ഈ പാസ്സാവണം എന്നുള്ളൊരു കാര്യം മാത്രമേ അവർ പറയുന്നുള്ളൂ. അപ്പോൾ പാസ്സാവാൻ ഓരോ ബോർഡിലും ഓരോ മാർക്സാണ്. ചിലടത്ത് 33% ആണ്, ചിലടത്ത് 40% ആണ്. ഇപ്പോൾ 40% ആണെങ്കിൽ തന്നെയും 40 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗുജറാത്തിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ഈ 3 കോഴ്സുകളിൽ ഏത് വേണമെങ്കിലും CUET സ്കോർ അത്യാവശ്യം വേണം. കാരണം ഞാൻ പറഞ്ഞു, വെറൈറ്റി കോഴ്സ് ആയതുകൊണ്ട് ആൾക്കാർ ഇതിലേക്ക് അത്യാവശ്യം വരാനുള്ള ഒരു സാധ്യത ഞാൻ കണക്കാക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് 40% മാർക്ക് ആണെങ്കിൽ പോലും മിനിമം പാസ്സായിട്ടുണ്ടാവണം, ഒരു +2 കയ്യിലുണ്ടാവണം എന്നുള്ളൊരു കാര്യം മാത്രമേ എലിജിബിലിറ്റി ആയിട്ട് പറയുന്നുള്ളൂ. അതിൽ ജർമ്മൻ സ്റ്റഡീസ് പറഞ്ഞു, ചൈനീസ് ഒക്കെ ഓണേഴ്സ് കോഴ്സുകളാണ്. പിന്നെയുള്ളത് 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് ഡ്യുവൽ ഡിഗ്രി BA MA കംപ്ലീറ്റ് ചെയ്യുന്ന സോഷ്യൽ മാനേജ്മെൻറ്റ്. സോ ഈ 3 കോഴ്സുകളാണ് ഗുജറാത്ത് സെൻട്രൽ യൂണിവേഴ്സിറ്റി കുട്ടികളെ അഡ്മിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കോഴ്സുകൾ. അപ്പോൾ ഈ 3 കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് CUET എഴുതി അത്യാവശ്യം നല്ലൊരു സ്കോർ ഉണ്ടെങ്കിൽ
അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പം നിങ്ങൾ അപ്ലൈ ചെയ്തതനുസരിച്ച് നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിറ്റിയിലെ ഈ ഏതൊരു കോഴ്സിലും പഠിക്കാനുള്ള ചാൻസസും ഉണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഗുജറാത്തിനെ പറ്റി ഇതിന് മുമ്പ് എന്തോരം ആൾക്കാർക്ക് അറിയാമായിരുന്നു എന്നുള്ള കാര്യം എനിക്കറിയില്ല. എങ്കിലും പുതിയ കുറേ ആൾക്കാർക്കെങ്കിലും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഗുജറാത്ത് ഒരു വാല്യുബിൾ ഇൻഫോർമേഷൻ ആവുന്നു അല്ലെങ്കിൽ ആവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എങ്കിൽ ഈ കോഴ്സിനെ പറ്റി നിങ്ങൾ അറിഞ്ഞത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ കണക്കാക്കുക. കാരണം സോഷ്യൽ മാനേജ്മെൻറ്റ് എന്നുള്ളൊരു കോഴ്സൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പറ്റുക അത്യാവശ്യം ഒരു റെയർ ഓപ്പർച്യൂണിറ്റിയാണ്. വളരെ റെയർ ആയിട്ടുള്ളൊരു കോഴ്സ് തന്നെയാണ് മൊത്തം യൂണിവേഴ്സിറ്റീസ് എടുത്താൽ. എങ്കിൽ അതിൽ തന്നെ ഒരു UG PG കോഴ്സാണ് നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. പോരാത്തതിന് ജർമ്മൻ സ്റ്റഡീസും ചൈനീസും വെറൈറ്റി അല്ലേ. എന്താണെങ്കിലും ഈ കോഴ്സുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, യൂണിവേഴ്സിറ്റിയെ പറ്റി അറിഞ്ഞിരിക്കുക. അവർ പറയുന്ന എലിജിബിലിറ്റിയാണ് ഇവിടെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. കാരണം +2 പാസ്സാവുക, അത്രേ അവർ ആവശ്യപ്പെടുന്നുള്ളൂ നമ്മളോട്. നിങ്ങളൊന്ന് +2 പാസ്സായി ഞങ്ങൾ സീറ്റ് തരാം. സീറ്റ് അങ്ങനെ കിട്ടില്ല. CUETയിൽ നല്ല സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ സീറ്റ് കിട്ടുള്ളൂ. എങ്കിലും പറയുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾ +2 പാസ്സായാൽ മതി, നിങ്ങളുടെ മെറിറ്റ് ഞങ്ങൾ അളക്കാൻ പോകുന്നത് CUET സ്കോറിലൂടെ ആയിരിക്കും എന്നുള്ളതാണ്. ഏത് എക്സാംസ് ആണ് അവർക്ക് വേണ്ടതെന്നും ഞാൻ പറയാം. മിക്കവാറും ജനറൽ ടെസ്റ്റ് തന്നെയായിരിക്കും ഈ എക്സാംസിൻ്റെ മാനദണ്ഡം. കാരണം +2ൽ ഏത് സ്ട്രീം ആയിക്കോട്ടെ നിങ്ങൾ പാസ്സായാൽ മതി എന്ന് പറയുമ്പോൾ ഒരു ജനറൽ ടെസ്റ്റ് വഴി തന്നെ ആയിരിക്കണം അവരുടെ സ്റ്റുഡൻസിനെ അവർ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ജനറൽ ടെസ്റ്റിനായിട്ട് നല്ലപോലെ പഠിക്കുക. ജനറൽ ടെസ്റ്റ് കൃത്യമായി, അത് ടൈം അത്യാവശ്യം കൺസ്യൂം ചെയ്യുന്ന ഒരു എക്സാം ആയിരിക്കും. കാരണം ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും മറ്റ് റീസണിങ്ങും ഒക്കെ ഉള്ളൊരു പേപ്പറാണ്. അതുകൊണ്ട് നിങ്ങൾ അത് കൃത്യമായി പഠിക്കുക. ഒരുപാട് യൂണിവേഴ്സിറ്റീസ് അവരുടെ സ്റ്റുഡൻസിനെ എല്ലാം തന്നെ എടുക്കുന്നത് ഇങ്ങനൊരു ടെസ്റ്റ് വഴിയാണ്. വിവിധ സബ്ജക്റ്റുകളിലേക്ക് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പോണ്ടിച്ചേരിയിലൊക്കെ സോഷ്യോളജി പഠിക്കാനും നിങ്ങളോട് എഴുതാൻ പറയുന്നത് ജനറൽ ടെസ്റ്റാണ്. സോ ഈ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എല്ലാവരും തന്നെ, ഈ വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ എഴുതുക. കൂട്ടുകാരോടും പറഞ്ഞു കൊടുക്കുക ആ ടെസ്റ്റ് എഴുതാതെ വിടരുത്. നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു വിഷയത്തിൽ ഒരു പക്ഷേ ആ ടെസ്റ്റ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സിൽ ചിലപ്പോൾ ഈ ഒരു ടെസ്റ്റ് അത്യാവശ്യമായില്ല എന്ന് വരും. പക്ഷേ ഈ ഒരു ടെസ്റ്റ് എഴുതുന്നതിലൂടെ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് വളരെ വലുതാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ ഈ ഒരു ജനറൽ ടെസ്റ്റ് എഴുതാനുള്ള എഫേർട്ട് എടുക്കുക. കൂട്ടുകാരോ അല്ലെങ്കിൽ വീട്ടുകാരാണ് കാണുന്നതെങ്കിൽ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക, ജനറൽ ടെസ്റ്റ് നിർബന്ധമായും എഴുതേണ്ട ഒന്നാണ്. അതോടെ നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഗുജറാത്തിൻ്റെ വിശേഷങ്ങൾ തൽക്കാലത്തേക്ക് നമ്മൾ മാറ്റിവെക്കുന്നു, നിർത്തുന്നു. 3 കോഴ്സുകളിലേക്കുള്ള എലിജിബിലിറ്റി +2 പാസ്സാണ്. ഏതൊക്കെ പേപ്പേഴ്സാണ് എടുക്കേണ്ടത് എലിജിബിലിറ്റി എന്നുള്ളത് അവർ പറഞ്ഞിട്ടില്ല. അഡ്മിഷൻ ക്രൈറ്റീരിയ ആണ് ഈ +2ലെ പാസ് മാർക്ക് അല്ലെങ്കിൽ +2 പാസ്സായി എന്നുള്ളൊരു കാര്യം. ഇനി നിങ്ങൾക്ക് വേണ്ടത് കൃത്യമായിട്ടുള്ളൊരു പ്രിപ്പറേഷനും അതുപോലെ തന്നെ ഈ എക്സാമിനോടുള്ളൊരു പൊരുത്തപ്പെടലുമാണ്. നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ഒരു CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എഴുതാൻ പോകുന്നത്. അതെങ്ങനെയാണ്, എന്താണ്, അതിനൊരു പ്രാക്ടീസും ആവശ്യമുണ്ട്. ഇതല്ലാതെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ CUETയെ പറ്റി ഏതൊരു സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളുടെ CUET ഹെൽപ്പ് ഡെസ്ക് ചോദിക്കാം. ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ചിറങ്ങിയവരും അതുപോലെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ് ഞങ്ങളുടെ ഹെൽപ്പ് ഡെസ്ക് ടീമിലുള്ളത്. സോ നിങ്ങൾക്ക് ധൈര്യമായി ഏതൊരു സംശയവും ചോദിക്കാം. CUET എല്ലാം നല്ലപോലെ അറിയുന്ന, CUET വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള, CUETയെ പറ്റി ഏതൊരു കാര്യവും ചോദിച്ചാൽ പറഞ്ഞു തരാൻ കഴിവുള്ളവരാണ് ഞങ്ങളുടെ ഹെൽപ്പ് ഡെസ്ക് ടീം. സോ ആരും ഒരു സംശയവും മറക്കേണ്ട അല്ലെങ്കിൽ മടിക്കേണ്ട ചോദിക്കാൻ. ആപ്ലിക്കേഷൻ ഫോം വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും. ആപ്ലിക്കേഷൻ എങ്ങനെ ഫില്ല് ചെയ്യണം, ഇവിടെ ഇങ്ങനെ കൊടുത്താൽ മതിയോ, അല്ലെങ്കിൽ ഈ എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, എൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും പ്രശ്നമാകുമോ, അങ്ങനത്തെ ഏതൊരു സംശയങ്ങളും, ചെറുത് വലുതൊന്നുമില്ല, നിങ്ങളുടെ ഏതൊരു സംശയവും നമ്മൾ സ്വീകരിക്കുന്നതാണ്. അതിനുള്ള കൃത്യമായിട്ടുള്ള ഉത്തരവും ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. നിങ്ങളങ്ങനെ സംശയങ്ങൾ ചോദിച്ചും ഞങ്ങൾ നിങ്ങളുടെ സംശയങ്ങളെല്ലാം തന്നെ തീർത്തിട്ടും നമുക്ക് ഒരുമിച്ച് CUETയെ നേരിടാം. ആരും CUET ഓർത്ത് പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. Prepwise കൂടെ തന്നെയുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതൊരു സംശയം തോന്നിയാലും CUET ഹെൽപ്പ് ഡെസ്കിനെ കോൺടാക്ട് ചെയ്യുക. CUETയെ പറ്റി അറിയാത്ത ഫ്രണ്ട്സ് ഉണ്ടാവും, ഫാമിലി ഉണ്ടാവും, എല്ലാവരിലേക്കും ഈ വീഡിയോസ് എത്തിക്കുക. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഏതൊരു വീഡിയോസും CUET എഴുതേണ്ടത് അല്ലെങ്കിൽ എഴുതിപ്പിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുടെയും ആവശ്യമാണ്. നിങ്ങളുടെ കൂട്ടുകാരും തന്നെ ഈ എക്സാം അറിയാതെ അല്ലെങ്കിൽ എഴുതാതെ പോകാതിരിക്കട്ടെ. അതുകൊണ്ട് തന്നെ എല്ലാവരിലേക്കും ഈ ന്യൂസ് എത്തിക്കുക. എല്ലാവരിലേക്കും CUETയെ പറ്റിയുള്ള ഒരു അവയർനെസ് സ്പ്രെഡ് ചെയ്യുക, അവയർനെസ് ഉണ്ടാക്കുക. കുടുംബത്തിലായിക്കോട്ടെ, ക്ലാസ്സുകളിലായിക്കോട്ടെ, ഇത് നിങ്ങളുടെ ഡ്യൂട്ടി ആയിട്ട് നിങ്ങൾ കണക്കാക്കി അങ്ങ് ചെയ്തുകൊള്ളുക. കാരണം നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരും ഒരു യൂണിവേഴ്സിറ്റിയിൽ തന്നെ പഠിക്കുക. 12ാം ക്ലാസ് വരെ പഠിച്ച വിദ്യാർത്ഥികളായിരിക്കും നിങ്ങൾ. ഒരുമിച്ച് 12ഓ 14ഓ കൊല്ലം പഠിച്ചവർ യൂണിവേഴ്സിറ്റിയിൽ പോകുമ്പോൾ ഒരുമിച്ചുണ്ടാകുന്നതിൻ്റെ ഒരു ഹാപ്പിനെസ്, ഞാനൊക്കെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയതാണ്. അപ്പോൾ എനിക്കറിയാം, ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരിലേക്കും ഈ ന്യൂസ് എത്തിക്കുക, എല്ലാവരെ കൊണ്ടും ഈ എക്സാം എഴുതിപ്പിക്കുക. ഏതൊരു സംശയം തോന്നിയാലും ഹെൽപ്പ് ഡെസ്കിനെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ കമൻസിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഞങ്ങളുടെ ചാറ്റ് ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ്, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എല്ലാത്തരം വീഡിയോസും നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ഇതുപോലെ CUET വിശേഷങ്ങളുമായി മറ്റൊരു യൂണിവേഴ്സിറ്റിയായി മറ്റൊരു കോഴ്സുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പോയി കഥ വരും. Until next time, peace out.